BSCയുടെ ബൈബിൾ ട്രെയിനിങ് കൊട്ടാരക്കരയുടെ ആഭിമുഖ്യത്തിൽ തിരുവെഴുത്തുകളെ പരിശോധിക്കുക എന്ന പഠന പരമ്പരയുടെ ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ OJ ജോൺ, കോട്ടയം. ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന വിഷയം ബിബ്ലിക്കൽ പ്രീച്ചിങ് ആണ്. അതായത് പ്രസംഗ പരിശീലനം എന്ന വിഷയം. അതിപ്രധാനമായ ഒരു വിഷയമാണ് ഇത്. കാരണം പ്രഭാഷണത്തിൻ്റെ തണലിലാണ് ക്രൈസ്തവ സഭ വളർന്നു വന്നത്. ഈ അനുഗ്രഹീത കല 1-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാർ വിജയകരമായി വിനിയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ക്രൈസ്തവ സഭ താരും തളിരും ചൂടി വികാസം പ്രാപിച്ചു. അതിൻ്റെ അനുരണനം ഇപ്പോഴും തുടരുകയാണ്. ഇതിൻ്റെ അഭാവത്തിൽ വളരെ അധികം ദോഷം ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്നിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകം ശക്തിയേറിയ പ്രഭാഷണമാണ്. ഇതില്ലാതെ പോയതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെയധികമാണ്. ഇതിന് പകരമായിട്ട് പല രീതികളിൽ സുവിശേഷ സന്ദേശങ്ങൾ ലോകത്തോട് സംവേദനം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരാ. ഇന്നും ശക്തിയേറിയ പ്രഭാഷകന്മാരുടെ അനിവാര്യത വളരെയധികമാണ്. അതിലേക്കായി ട്രെയിനിങ് സെന്ററുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളവരെ അഭ്യസിപ്പിക്കാൻ കൊട്ടാരക്കരയിൽ നടക്കുന്ന ബൈബിൾ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്ന അവർക്ക് ഇതുപോലെയുള്ള ഹ്രസ്വ ക്ലാസ്സുകൾ വളരെ പ്രയോജനം ചെയ്യും എന്നും കരുതുകയാണ്. ഇക്കാലത്ത് വിശേഷിച്ച് കൊറോണ വർദ്ധിച്ചു കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നേരിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതിന് ഞങ്ങളെപ്പോൾ ആളുകൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെ ആശ്രയിക്കുകയാണ്. ഒട്ടേറെ പരിമിതികളുണ്ട്. നേരിട്ട് ആളുകളെ കണ്ട് പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒട്ടേറെ വിധത്തിൽ പ്രയോജനം ചെയ്യും എന്ന് കരുതുകയാണ്. നമ്മൾ ഈ വിഷയത്തെ സംക്ഷിപ്തമായിട്ടാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒന്നാമതായിട്ട് അവതരണത്തിലേക്ക് നാം കടക്കുക. പ്രഭാഷണത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണല്ലോ അവതരണം. അവതരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഒരു പ്രഭാഷണത്തെ അതിൻ്റെ ഘടനയനുസരിച്ച് ആമുഖം, ആശയ വിശകലനം, സമാപനം, അതായത് തുടക്കം, മധ്യം, ഒടുക്കം എന്നിങ്ങനെ 3ആയി വിഭജിക്കാവുന്നതാണ്. പ്രസംഗഗാത്രം മഹനീയമായിരിക്കണമെങ്കിൽ ഈ ത്രിവിധ ഘടകവും തമ്മിലുള്ള അനുപാതം പൊരുത്തപ്പെടണം. പ്രസംഗ വിഷയത്തിന് ഒരു ശീർഷകം അഥവാ ഹെഡിങ് നൽകേണ്ടതുണ്ടെങ്കിൽ അത് ആകർഷകമായിരിക്കണം. ഹ്രസ്വവും ജിജ്ഞാസാജനകവുമായി ഒന്നായിരിക്കണം അത്. നല്ല തുടക്കം പാതി നേടി, അതായത് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന ആപ്തവാക്യം പോലെ പ്രഭാഷകന്റെ മുഖവുര കേൾവിക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പര്യാപ്തമാണെങ്കിൽ കർത്തവ്യം ഏറെക്കുറെ പ്രസംഗികൻ കൈവരിച്ചു എന്ന് പറയാൻ കഴിയും. അവതരണം ശൈലി കൊണ്ടും മറ്റും മനോഹരവും പ്രസാദാത്മകവും ഹൃദ്യമാക്കിയും തീർക്കുവാൻ പ്രത്യേകം പ്രഭാഷകൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 20 മിനിറ്റ് പ്രസംഗമാണ് ഒരാൾ നടത്തുന്നതെങ്കിൽ
അതിൻ്റെ ആമുഖം 2 മിനിറ്റിൽ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നീണ്ട ആമുഖം ഒരാൾ നടത്തുകയാണെങ്കിൽ പ്രഭാഷണ ഗാത്രം വളരെ കുറഞ്ഞു പോകും. ഒരുപക്ഷെ ഉപസംഹാരം പറയുവാൻ, സമാപനം പറയുവാൻ സമയം കിട്ടാതെ പോവുകയും ചെയ്യും. അപ്പോൾ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആമുഖം. ആമുഖത്തിലൂടെ ഈ ശ്രോതാക്കളെ ഹഠാതാകർഷിക്കുവാൻ പ്രഭാഷകന് കഴിയും. അത് ഫലപ്രദമായി ഭംഗ്യന്തരേണ വിനിയോഗിക്കുകയാണെങ്കിൽ ആ പ്രസംഗം വിജയിച്ചു എന്ന് പറയാൻ കഴിയും. രണ്ടാമതായിട്ട് ബോഡി ഓഫ് ദ മെസ്സേജ്, പ്രസംഗഗാത്രമാണ്. ഈ പ്രസംഗഗാത്രം വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടെ വേണം അവതരിപ്പിക്കേണ്ടത്. 20 മിനിറ്റുള്ള പ്രസംഗത്തിൻ്റെ പ്രസംഗഗാത്രം ഏറെക്കുറെ ഒരു 10-16 മിനിറ്റ് വരുമല്ലോ. അത് ശീർഷകം കൊടുത്തിട്ട് അത് വിഭജിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഓരോ ഘടകങ്ങൾ ശീർഷകത്തിൽ തന്നെ ഉപശീർഷകങ്ങൾ കൊടുത്തോ അതിനെ വീണ്ടും വിഭജിച്ചോ അങ്ങനെ മനസ്സിൽ പതിയത്തക്ക വിധം അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ കേൾവിക്കാർക്ക് അവരുടെ ജിജ്ഞാസ വർദ്ധിക്കാനും അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഓർത്തിരിക്കാനും സഹായകമാണ്. അപ്പോൾ പ്രസംഗഗാത്രം വളരെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. ഉപസംഹാരം. അനേകരും ഉപസംഹാരം പറയാതെ പ്രസംഗം അവസാനിപ്പിക്കുന്നുണ്ട്. D.L. മൂഡി 19ാം നൂറ്റാണ്ടിലെ ശ്രദ്ധേയനായ അമേരിക്കൻ പ്രസംഗികൻ ഉപസംഹാരം പറയാതെ പ്രസംഗം അവസാനിപ്പിച്ച ദുഃഖം പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷിച്ച് ഉപസംഹാരം സുവിശേഷ പ്രസംഗത്തിന് പ്രധാനപ്പെട്ട ഘടകമാണെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രസംഗിക്കുന്ന ആ വേദിയുടെ ചുറ്റുപാടും ഏതോ വലിയ സ്ഫോടനം ഉണ്ടായിട്ട് അനേകർ മരിച്ചുപോയ ഒരു സംഭവമുണ്ട്. പ്രസംഗം കഴിഞ്ഞിട്ട് അവർ മരിച്ചുപോയെന്നാ പറയുന്നത്. ഏതായാലും അന്ന് ഈ പ്രസംഗം ശ്രദ്ധിച്ച അനേകർക്കും തീരുമാനമെടുക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അദ്ദേഹം പ്രസംഗം ഉപസംഹരിച്ചതുകൊണ്ട് അതിൽ പങ്കെടുത്ത അനേകരും മരിച്ചുപോയി. അവർക്ക് രക്ഷിക്കപ്പെടാൻ അവസരം കിട്ടിയില്ലെന്നാണ് ഒരു പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് വീണ്ടും ആവർത്തിച്ച് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു പ്രസംഗം ഉപസംഹരിക്കുകയാണെങ്കിൽ കേൾവിക്കാരുടെ ഹൃദയത്തെ അത് സ്പർശിക്കും. അങ്ങനെ രക്ഷയുടെ സന്ദേശമാണെങ്കിൽ അത് കൂടുതലും ഒരു തീരുമാനത്തിലേക്ക് വരാൻ സഹായകമായി തീരുകയും ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ 3 എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രഭാഷണ രീതികൾ. അവതരണ രീതിയെ അടിസ്ഥാനമാക്കി പ്രഭാഷണത്തെ 4ആയി വിഭജിക്കാം. 1. എഴുതി വായിക്കുന്ന പ്രസംഗം, ദി റിട്ടൺ ആൻഡ് റെഡ് മെസ്സേജ്. മുൻകൂട്ടി തയ്യാറാക്കി വായിക്കുന്ന പ്രസംഗമാണിത്. പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ രീതിയാണ് അവലംബിക്കുക. അച്ചടക്കവും സമയക്ലിപ്തതയും പാലിക്കാൻ വളരെ സഹായകമായ ഒന്നാണിത്. പക്ഷേ പല ന്യൂനതകളുണ്ട്. പ്രസംഗവേദിയിലെത്തിയ ശേഷം പ്രസംഗഗാത്രത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ ഈ പ്രഭാഷകന് കഴിയാതെ പോകും. ഉദാഹരണത്തിന് സുവിശേഷ പ്രസംഗികന്മാർ തയ്യാറാക്കിയ പ്രസംഗം ആയിട്ട് പോയെന്ന് ധരിക്കുക. അവിടെ മെസ്സേജ് വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരെങ്കിലും അവിടെ മരിച്ചെന്നോ അത്യാഹിതം സംഭവിച്ചെന്നോ ഒന്ന് വാർത്ത കേൾക്കുകയും അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ പ്രസംഗികൻ വിഷയം അവതരിപ്പിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത്ര ഭയാനകമായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട്
മാറ്റം വരുത്തുവാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഈ റിട്ടൺ ആൻഡ് റെഡ് മെസ്സേജ്. അത് പൊതുവെ സുവിശേഷ പ്രസംഗന്മാർ ഒഴിവാക്കുന്നത് നല്ലതാണ്. പ്രബന്ധാവതരണത്തിന് സഹായകമാണ്. എന്നാൽ സുവിശേഷ പ്രസംഗം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഗുണകരമല്ല. രണ്ടാമത്തത് മനഃപ്പാഠമാക്കിയ പ്രസംഗമാണ്. ദ മെമ്മറൈസ്ഡ് സ്പീച്ച്. എഴുതിയ പ്രസംഗം ആദ്യവസാനം മനഃപ്പാഠമാക്കി അവതരിപ്പിക്കുന്ന രീതിയാണത്. പുതിയ ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഉരുത്തിരിഞ്ഞാൽ അത് പ്രകടിപ്പിക്കാനാവില്ല എന്നുള്ളൊരു ന്യൂനത അതിനുണ്ട്. അപ്പോൾ നേരത്തെ പഠിച്ചു വെച്ചത് ഇങ്ങനെ യാന്ത്രികമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ഒട്ടേറെ ഗുണങ്ങളുണ്ട്, അപ്പോൾ ഒട്ടേറെ ദോഷങ്ങളും. അനേകരും ഈ പ്രാസനിബദ്ധമായ പ്രസംഗം നടത്തുമ്പോൾ അതിനു മുമ്പ് അവർ ഈ മനഃപ്പാഠമാക്കിയാണ് വരുന്നത്. കേൾവിക്കാർക്കറിയാം ഇതെല്ലാം മനഃപ്പാഠമാക്കി അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് പല പ്രമുഖ പ്രഭാഷകന്മാരും അവരുടെ മക്കളെയും അങ്ങനെയുള്ള കൊച്ചുകുട്ടികളെയൊക്കെ പ്രസംഗവേദിയിൽ അവതരിപ്പിക്കാറുണ്ട്. 8 വയസ്സും 10 വയസ്സുള്ള കുട്ടികൾ വന്ന് വേദിയിൽ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നു. അവർക്ക് ഈ വിഷയവുമായിട്ട് പുലബന്ധമില്ല. അവരേതോ കാര്യങ്ങൾ മനഃപ്പാഠമാക്കി ഇങ്ങനെ അവതരിപ്പിക്കുന്നു. അങ്ങനെ പറയേണ്ട ഒന്നല്ല സുവിശേഷ പ്രസംഗം. സുവിശേഷ പ്രസംഗന് കർത്താവുമായിട്ട് അഭേദ്യമായ ബന്ധം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ സുവിശേഷകൻ പ്രസംഗം അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ വിഷയത്തിൽ അവഗാഹം നേടുകയും അതിന് ശക്തിമത്തായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയേണ്ടതിന് ആ പ്രസംഗികൻ ക്രിസ്തുവുമായിട്ട് സംവദിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രസംഗം കേവലം ഇങ്ങനെ യാന്ത്രികമായി അവതരിപ്പിച്ചാൽ ഒരു ഫലവും ഉണ്ടാകുകയില്ല. 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തനായ പ്രഭാഷകനായിരുന്നു പൗലൂസും എന്ന് നമുക്കറിയാം. പൗലൂസിനേക്കാൾ ശക്തനായ ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, അപ്പൊല്ലോസ്. പ്രഭാഷകരുടെ പ്രഭു എന്ന് വിശേഷിപ്പിക്കേണ്ടത് അദ്ദേഹത്തെയാണ്. പൗലൂസിനാകട്ടെ ഒട്ടേറെ ഈ കുറവ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ വിക്കനായിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നു. വലിയ പ്രഭാഷണ പടുവായിരുന്നില്ല. പക്ഷേ അപ്പൊല്ലോസ് അവിടെ, പൗലൂസ് അവിടെ. അപ്പൊല്ലോസിൻ്റെ പ്രസംഗ പാടവം കൊണ്ട് പൗലൂസിനെ പോലെ ആത്മാക്കളെ നേടുവാനോ ഒട്ടനവധി സഭകൾ സ്ഥാപിക്കാനോ കഴിയാതെ പോയി. അപ്പോൾ കേവലം പ്രസംഗ പാടവം കൊണ്ട്, പ്രസംഗം ഇങ്ങനെ മനഃപ്പാഠം പഠിച്ചും മറ്റും അവതരിപ്പിച്ചതുകൊണ്ട് കുറേ കാലത്ത് ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ വലിയ ഫലദായകമായ പ്രവൃത്തി ചെയ്യുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ സുവിശേഷകൻ ഒരിക്കലും ഇങ്ങനെ മനഃപ്പാഠമാക്കിയും എഴുതി തയ്യാറാക്കിയും ചെയ്യുന്ന പ്രഭാഷണത്തെ ആശ്രയിച്ച് പ്രസംഗം നടത്താതിരിക്കുകയാണ് നല്ലത്. മൂന്നാമതായിട്ട് വാചാപ്രസംഗം, എക്സ്ട്രംപൊറേനിയസ് സ്പീച്ച്. ഈ മനഃപ്പാഠമാക്കിയ പ്രസംഗത്തിനും തികച്ചും വ്യതിരിക്തമായ ഒരു പ്രഭാഷണ രീതിയാണത്. പ്രസംഗൻ മുൻകൂട്ടി തയ്യാറാക്കുന്നുണ്ടെങ്കിലും ഭാഷ രൂപപ്പെടുന്നത് പ്രസംഗിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരുക്കമുണ്ട്, പക്ഷേ അവതരിപ്പിക്കുമ്പോൾ സാന്ദർഭികമായി അനിവാര്യമായ ഘടകങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രസംഗം വളരെ ശക്തിമത്താക്കി തീർക്കുവാൻ, ആനുകാലിക പ്രസക്തമാക്കി തീർക്കുവാൻ, അപ്പോൾ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് പ്രയോജനമായ നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയാണ് ഈ വാചാപ്രസംഗം എന്ന് പറയുന്നത്. വാചാപ്രസംഗത്തിന് ചില ദോഷങ്ങളുണ്ട്. ചില ആളുകൾ വാചാപ്രസംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് തലയും വാലുമില്ലാതെ ഇങ്ങനെ ഈ പെരുമ്പാമ്പിൻ്റെ ഉടൽ പോലെ നീട്ടിപ്പരത്തി അങ്ങ് അവതരിപ്പിക്കുന്നവരുണ്ട്. അത് അഭികാമ്യമല്ല.
വളരെ ചിട്ടയോടുകൂടെ പഠിച്ചിട്ട് വേണം വാചാപ്രസംഗം ചെയ്യേണ്ടത്. പക്ഷെ വാചാപ്രസംഗം ചെയ്യുന്ന ഒരാൾ വളരെ നിശ്ചയമുള്ള, തിരുവചനത്തിൽ വളരെ അവഗാഹമുള്ള ആളായിരിക്കണം. ഏത് വിഷയവും ഏത് സമയത്തും അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കരുത്തനായ ഒരു പ്രഭാഷകന് മാത്രമേ വാചാപ്രസംഗം വിജയകരമാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. നല്ലതാണ്, പക്ഷേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നാലാമത്തെ തൽക്ഷണ പ്രഭാഷണമാണ്, ഇംപ്രോച്ചീവ് സ്പീച്ച്. അതായത് മുന്നൊരുക്കം ഒട്ടും തന്നെ ഇല്ലാതെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പ്രഭാഷണം നടത്തുന്നവരുണ്ട്. അത് അസാധാരണ പാഠമുള്ളവർ കഴിയുന്ന കാര്യമാണ്. പക്ഷേ അതിന് ഒത്തിരി ദോഷങ്ങളുണ്ട്. വളരെ സിദ്ധിയും മികവും പാണ്ഡിത്യവും ഇതിനാവശ്യമാണ്. അപ്പോൾ ഈ സുവിശേഷ പ്രസംഗത്തിന് അതിന് ചില ദോഷമുണ്ട്. കാരണം കേൾപ്പിക്കാർക്കറിയാം ഇദ്ദേഹം ഇങ്ങനെ ചെറപറ ഇങ്ങനെ പ്രസംഗം അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനല്ല, വചനം ധ്യാനിക്കുന്നയാളല്ല എന്നൊക്കെ തോന്നലുണ്ടാകാം. ആ തോന്നൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ തൽക്ഷണ പ്രഭാഷണം നല്ലതാണ്, പക്ഷേ മുന്നൊരുക്കത്തോടു കൂടിയ ഒരു പ്രഭാഷണ രീതിയാണ് സുവിശേഷക പ്രസംഗന്മാർക്ക് ഏറ്റവും ആവശ്യമായ ഘടകം. ഇനി പ്രസംഗ വിഷയത്തിനോട് ബന്ധപ്പെട്ട് അതിപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് നാം കടക്കുകയാണ്. ഈ പ്രസംഗ വിഷയത്തിനനുസൃതമായി പ്രസംഗത്തെ 3 വിഭജിക്കാം. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. ചില ആളുകൾ 5 6 വിഭജിക്കാറുണ്ടെങ്കിലും ഈ 3 ശീർഷകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് 3 തിരിക്കുകയാണ് അഭികാമ്യമായിരിക്കുന്ന ഒന്ന് വിഷയാധിഷ്ഠിത പ്രസംഗം, അതായത് ടോപ്പിക്കൽ സർമൺ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ പ്രധാന ഘടകമായി സ്വീകരിച്ച് തിരുവെഴുത്തിലുടനീളം അതിൻ്റെ വിപുലീകരണം കണ്ടെത്തി ആവിഷ്കരിക്കുന്ന രീതിയാണ് ഇത്. അത് വിഷയാധിഷ്ഠിത പ്രസംഗം. ഉദാഹരണത്തിന്, രക്ഷ എന്താണ് എന്ന വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് വായിച്ചെന്നിരിക്കാം. പക്ഷെ ആ രക്ഷയെ ആസ്പദമാക്കി തിരുവത്തിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ പ്രഭാഷകനുണ്ട്. അതിനെക്കുറിച്ച് വിപുലമായിട്ടുള്ള നോട്ടുകളൊക്കെ തയ്യാറാക്കി നമുക്ക് അവതരിപ്പിക്കും. ഉദാഹരണത്തിന്, രക്ഷ എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, രക്ഷയുടെ അനിവാര്യത എന്താണ്, രക്ഷ എങ്ങനെ കൈവരിക്കാം, രക്ഷയുടെ ത്രികാല സ്വഭാവം എന്താണ്, രക്ഷയാൽ ലഭ്യമാകുന്ന മേന്മകൾ എന്താണ്. ഇങ്ങനെ രക്ഷയെക്കുറിച്ച് തിരുവെഴുത്തിലുടനീളം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കോർത്തിണക്കി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷണ രീതിയാണ് ഇത്. അതായത് വിഷയാധിഷ്ഠിത പ്രഭാഷണം, ടോപ്പിക്കൽ സർമൺ. ഭൂരിപക്ഷം പ്രഭാഷകന്മാരും ഈ ഒരു രീതിയാണ് അവലംബിക്കുന്നത്, ടോപ്പിക്കൽ സർമൺ. ഒട്ടേറെ വിഷയങ്ങൾ ബൈബിളുണ്ടല്ലോ. രക്ഷ കൂടാതെ പുനരുത്ഥാനം, ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം, ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അത് ഇങ്ങനെ വിപുലമായി വിശദീകരിക്കാൻ കഴിയും. അതൊരു നല്ല പ്രഭാഷണമാണ്. പക്ഷേ പലപ്പോഴും അത് മനസ്സിൽ തങ്ങി നിൽക്കാറില്ല. രണ്ടാമത്തെ വിഷയം നമ്മൾ പറയാൻ പോകുന്നത് പാഠാധിഷ്ഠിത പ്രസംഗം, അതായത് ടെക്സ്ച്വൽ സർമൺ. പാഠാധിഷ്ഠിത പ്രസംഗം, ടെക്സ്ച്വൽ സർമൺ. തിരുവെഴുത്തിലെ ഏതെങ്കിലും ഒരു വാക്യമോ വാക്യശകലമോ ഖണ്ഡികയോ അധ്യായമോ പാഠമായി സ്വീകരിച്ച് അതിനെ വിഭജിച്ചും അപഗ്രഥിച്ചും വിശദീകരിക്കുന്ന ഒരു രീതിയാണത്. അത് നല്ല ഒരു പ്രസംഗ രീതിയാണ്. പലപ്പോഴും ശ്രോതാക്കൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒന്നാണ്. ഉദാഹരണത്തിന്, നിക്കോദോമോസും യേശുവുമായ സംഭാഷണം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആരംഭഭാഗത്ത് കാണുന്നുണ്ട്. ആ അധ്യായത്തിൻ്റെ പ്രാരംഭ ഖണ്ഡിക
ആസ്പദമാക്കി വീണ്ടും ജനനത്തെക്കുറിച്ച് വളരെ ഭംഗിയായി നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമുക്ക് സങ്കീർത്തനങ്ങൾ 150 നമുക്ക് എടുക്കാം. യഹോവയെ സ്തുതിപ്പീൻ എന്ന ആ പ്രയോഗം ആദ്യ അവസാനം ഉപയോഗിച്ചിട്ടുണ്ട് ഈ സങ്കീർത്തനത്തിൽ. അപ്പോൾ അത് നമുക്ക് ആമുഖമായി പറഞ്ഞ ശേഷം നമുക്കതിനെ വിഭജിക്കാം. ഒന്ന്, എവിടെയാണ് യഹോവയെ സ്തുതിക്കേണ്ടത്? സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, വിശുദ്ധ മന്ദിരത്തിൽ, ബലമുള്ള ആകാശവിധാനത്തിൽ. 2, എന്തുകൊണ്ടാണ് യഹോവയെ സ്തുതിക്കേണ്ടത്? ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം. 3, എത്രമാത്രം നാം യഹോവയെ സ്തുതിക്കണം? അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം. 4, എങ്ങനെയാണ് യഹോവയെ സ്തുതിക്കേണ്ടത്? കാഹളനാദത്തോടെ, വീണയോടും കിന്നരത്തോടും കൂടെ, തപ്പിനോടും നൃത്തത്തോടും കൂടെ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ, ഉച്ചനാദവും അത്യുച്ചനാദവുമുള്ള കൈത്താളങ്ങളോടെ. 5, ആരാണ് യഹോവയെ സ്തുതിക്കേണ്ടത്? ജീവനുള്ളവയെല്ലാം. അപ്പോൾ ഈ പ്രഭാഷണം, ഈ സങ്കീർത്തനം 5ആയി വിഭജിച്ച് അവതരിപ്പിക്കുമ്പോൾ ആ സങ്കീർത്തനം മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ സങ്കീർത്തനങ്ങളോ പുതിയ നിയമത്തിലെയോ പഴയ നിയമത്തിലെ വേദഭാഗങ്ങളോ നമുക്ക് സ്വീകരിച്ച് വിഭജിച്ച് അവതരിപ്പിക്കാൻ കഴിയും. ആ ഒരു പ്രസംഗ രീതിക്ക് നാം പറയുന്നത് പാഠാധിഷ്ഠിത സർമൺ അഥവാ ടെക്സ്ച്വൽ സെർമൺ എന്നാണ്. 3-ാമത്തത് വ്യാഖ്യാന പ്രസംഗമാണ്, എക്സ്പോസിറ്ററി സെർമൺ. അത് വളരെ ഗഹനമായ ഒരു പ്രസംഗ രീതിയാണ്. തിരുവെഴുത്തിലൊരു വാക്യമോ ഖണ്ഡികയോ അടിസ്ഥാനമാക്കി അതിൽ ഉൾക്കൊള്ളുന്ന ആത്മീയ സത്യങ്ങൾ ആഴത്തിലും പരപ്പിലും അവതരിപ്പിക്കുന്ന ഒരു രീതിയാണത്. തയ്യാറാക്കുവാനും ആവിഷ്കരിക്കുവാനും പ്രായേണ ആയാസകരമായതുകൊണ്ട് അനേക പ്രഭാഷകന്മാരും ഈ വ്യാഖ്യാന രീതി ഒഴിവാക്കുകയാണ്. വ്യാഖ്യാന രീതി പ്രസംഗം അവതരിപ്പിക്കുന്നവർ എബ്രായ, ഗ്രീക്ക് ഭാഷകളിൽ ഭേദപ്പെട്ട അറിവ് ആർജിച്ചവരായിരിക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു പ്രഭാഷണ രീതിയാണ് എക്സ്പോസിറ്ററി സെർമൺ. ഇതിന് എക്സിജറ്റിക്കൽ സെർമൺ എന്നും ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇതൊരു ആമുഖം കൊടുക്കണം. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ തന്നെക്കുറിച്ച് പറയുന്ന അഭിപ്രായം എന്താണെന്ന് ആരാഞ്ഞപ്പോൾ പലതരം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ ഉന്നയിച്ചതായി അപ്പോസ്തലന്മാർ അതിന് ഉത്തരം പറയുകയുണ്ടായി. എന്നാൽ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അപ്പോൾ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ, ആമുഖം നൽകി. 2-ാമതായിട്ട് ബോഡി ഓഫ് ദ മെസ്സേജ്, പ്രസംഗ ഗാത്രം, അതിലേക്ക് നാം തിരിയുകയാണ്. അതിനെ 2-3 ഘടകങ്ങളാക്കി തിരിക്കാം. ഒന്ന്, കർത്താവ് പാറ എന്നോട് ബന്ധപ്പെട്ട് നമുക്ക് വിവരിക്കാം. ഒന്ന്, പാറ പത്രോസിനെ കുറിക്കുന്നു ഒരഭിപ്രായമാണ്, അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കാം. 2, പാറ അപ്പോസ്തലന്മാരെ കുറിക്കുന്നു, 2-ാമത്തെ അനുമാനം. 3, പാറ ക്രിസ്തുവാണ്. 4, ക്രിസ്തു ദൈവപുത്രൻ എന്ന പത്രോസിൻ്റെ ഏറ്റുപറച്ചിലാണ് പാറ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള 4 അഭിപ്രായങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാം. അതിനുശേഷം ഈ 4-ൽ ഏതാണ് ശരിയാണെന്ന് വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്ത് വേണം അത് അവതരിപ്പിക്കേണ്ടത്. അത് പ്രസംഗികൻ്റെ അറിവിനെ ആസ്പദമാക്കിയ കാര്യമാണ്. ഇനിയും നമ്മൾ 4-ാമത്തേതിനെയാണ് ആസ്പദമാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ വിശദീകരിക്കാൻ നമുക്ക് കഴിയണം. അതിനെക്കുറിച്ച് 2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തേതാണ് കുറച്ചുകൂടെ അഭികാമ്യമായ വ്യാഖ്യാനം.
പത്രോസ് എന്ന പേരിൻ്റെ അർത്ഥം പാറക്കഷണം, അതായത് ഗ്രീക്കിൽ പെട്രോസ് എന്നാണ്. പെട്രോസ് എന്ന പദത്തിൻ്റെ അർത്ഥം പാറക്കഷണം എന്നാണ്. എന്നാൽ ഈ മാസീവ് റോക്ക്, വിശാലമായ പാറയ്ക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം പെട്ര എന്നാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അന്ന് അറിഞ്ഞിരിക്കണം. പെട്രോസ് ആൻഡ് പെട്ര. കർത്താവ് പറഞ്ഞത്, നീ പെട്രോസ് ആകുന്നു, നീ ഒരു പാറക്കഷണമാകുന്നു. ഈ പാറമേൽ, ഈ പെട്രാമേൽ, വിശാലമായ പാറമേൽ, അത് ക്രിസ്തുവാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസ് എന്താണ് ഏറ്റു പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഈ പാറമേൽ, പത്രോസ് ഏറ്റു പറഞ്ഞ ക്രിസ്തുവാകുന്ന പാറമേൽ, എന്നിൽ തന്നെ, എൻ്റെ ഉപദേശത്തിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് എന്ന പാറക്കഷണത്തിൻ്റെ മേൽ സഭ പണിയാനുള്ള സാധ്യതയില്ല. കാരണം 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പത്രോസ് തന്നെ പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാകുന്ന ആ പാറയെക്കുറിച്ച് പത്രോസ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ ചെന്നിട്ട്. അപ്പോൾ ക്രിസ്തുവാണ് ജീവനുള്ള കല്ല്, പാറ എന്ന് പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, എൻ്റെ മേലാണ് സഭ പണിതിരിക്കുന്നതെന്ന് പത്രോസ് പറയുകയോ? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ക്രിസ്തുവാകുന്ന പാറമേലാണ് ദൈവസഭ സ്ഥാപിതമായത്. ആ പദത്തിൻ്റെ അർത്ഥം അത് വ്യഞ്ജിപ്പിക്കുന്നുണ്ട്. പത്രോസിന് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പ്രഥമമായൊരു സ്ഥാനമുണ്ടെന്ന് ആരും തള്ളിപ്പറയുന്നില്ല. അപ്പോസ്തലന്മാർ പ്രമുഖനായിരുന്നു. പക്ഷേ ആ പ്രമുഖനായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പത്രോസിൻ്റെ മേൽ എങ്ങനെ സഭ പണിയുന്നത്? ഇനിയും വേറൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. പത്രോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പത്രോസിനെ ഉല്ലംഘിക്കത്തക്ക വിധം എന്ന് പറഞ്ഞാൽ പത്രോസിനേക്കാൾ മേൽക്കോയ്മ പ്രാപിച്ച അപ്പോസ്തലന്മാർ പിന്നീടുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, 1-ാമത്തെ സുന്നഹദോസ്, ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെ സമ്മേളനം യെരൂശലേമിൽ നടന്നു. അതിൽ മുഖ്യ പ്രഭാഷകൻ പത്രോസായിരുന്നു. ബർന്നബാസും അപ്പോസ്തലനായ അല്ലെങ്കിൽ പൗലോസും അവരുടെ സാക്ഷ്യം ആ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അതിൻ്റെ ഉപസംഹാരം നിർവഹിച്ചത് യേശു കർത്താവിൻ്റെ സഹോദരനായ യാക്കോബായിരുന്നു. അതിൽ നിന്ന് വ്യക്തമാണ് ആ സമ്മേളനത്തിന് ആധ്യക്ഷ്യം വഹിച്ചിരുന്നത് യാക്കോബായിരുന്നു, പത്രോസ് അല്ല. അപ്പോൾ പത്രോസ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പത്രോസിനേക്കാൾ നേതൃത്വം ഉണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരാൾ പിന്നീടുണ്ടായി. അദ്ദേഹമാണ് യാക്കോബ്. ഇനി അത് സ്ഥിരീകരിക്കാൻ മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുക. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായത്തിലാണ്, ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. അവിടെ പൗലൂസ് പറയുകയാണ്, തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, കേഫാവ്, യോഹന്നാൻ. ഒന്നുകൂടെ പറയട്ടെ, തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, കേഫാവ്, യോഹന്നാൻ. ഈ യാക്കോബ് യേശു കർത്താവിന് സഹോദരനാ. മറ്റേ യാക്കോബ്, യോഹന്നാന്റെ സഹോദരൻ യാക്കോബ് നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പൗലൂസ് ഈ കാര്യം പറയുന്നത്. ആ യാക്കോബ് ആണെങ്കിൽ തന്നെ, യേശുവിൻ്റെ യോഹന്നാന്റെ സഹോദരൻ യാക്കോബ് ആണെങ്കിൽ തന്നെ പത്രോസിനേക്കാൾ മികച്ച ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ആളായിട്ട് അംഗീകരിക്കുമോ? ഒരു സാധ്യതയുമില്ല. സുവിശേഷങ്ങളിലൊക്കെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന വായിക്കുന്നത്. പക്ഷെ ഇവിടെ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് യാക്കോബ്, കേഫാവ് അല്ലെങ്കിൽ പത്രോസ്, യോഹന്നാൻ എന്നാണ്. അതിൻ്റെ അർത്ഥം പത്രോസിൻ്റെ ജീവിതകാലത്ത് തന്നെ
പത്രോസിനേക്കാൾ സഭാ നേതൃത്വം അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന മറ്റൊരു അപ്പോസ്തലൻ, മറ്റൊരു നേതാവ് ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ പത്രോസിനെ തെറ്റുകൂടാൻ കഴിയാത്ത അല്ലെങ്കിൽ അപ്രമാദിത്യമുള്ള ഒരു നേതാവായി കത്തോലിക്കരൊക്കെ കാണുന്നത് അനുചിതമാണെന്ന് ഉറപ്പിച്ച് അസന്നിഗ്ധമായി നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഞാൻ ആ നിലയിൽ ഇത് 3 ഭാഗം അല്ലെങ്കിൽ സമ്മതിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ വിശദീകരിക്കാൻ എക്സ്പോസിറ്ററി പ്രസംഗം, അതിൻ്റെ 4 ഘടകം നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഘടകം ഒന്ന് ഞാൻ ഓടിച്ചു പറയുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നതിന് ആരാ പണിയുന്നത്, ആരുടെ സഭയാണെന്ന് അവിടെ കാണുന്നുണ്ട്. എൻ്റെ സഭയെന്നുള്ള കാര്യം എടുത്തു പറയണം. പണിയും എന്നുള്ളത് ഭാവികാല പ്രയോഗമാണ്. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആ പ്രസംഗം നമുക്ക് വിപുലമാക്കാൻ കഴിയും. അതുകൊണ്ട് എക്സ്പോസിറ്ററി പ്രസംഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുക. പ്രസംഗത്തെ 3 വിഭജിച്ചാണ് നാം ചിന്തിച്ചത്. 1 ടോപ്പിക്കൽ സെർമൺ, 2 ടെക്സ്ച്വൽ സെർമൺ, 3 എക്സ്പോസിറ്ററി അഥവാ എക്സിജിറ്റിക്കൽ സെർമൺ. ഈ 3 സെർമൺ ഒക്കെ വിശദീകരിക്കുകയാണ്. ഇനിയും ഞാൻ ഈ അടുത്ത ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും 1-2 കാര്യങ്ങളോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാഷകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഭാഷ, അതൊന്ന് ആമുഖമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവതാരകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവതാരകൻ്റെ ഭാഷ. മലയാള ഭാഷ നമ്മുടെ കേരളീയരുടെ എല്ലാം മാതൃഭാഷയാണെന്നത് ശരി തന്നെ. പക്ഷേ ഈ പ്രസംഗികൻ്റെ ഭാഷ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതിനെക്കുറിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ ഇതര ഭാഷാ പ്രയോഗങ്ങൾ പ്രസംഗികൻ്റെ പ്രസംഗത്തിൽ കൂടെ വരുന്നത് ഒരു നല്ല രീതിയല്ല. ഇംഗ്ലീഷ് ഉദാഹരണത്തിന്, ചില പ്രഭാഷകനും ഈ ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തിയ പ്രസംഗമാണ് നടത്തുന്നത്. അങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും ഇംഗ്ലീഷ് ഭാഷാ പദങ്ങളും പ്രയോഗങ്ങളും തിരികെ കയറ്റി തങ്ങളുടെ പാണ്ഡിത്യം അവതരിപ്പിക്കാനുള്ള വേദിയായി പ്രസംഗപീഠത്തെ കാണുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. ഇംഗ്ലീഷ് ഒരു ലോകഭാഷയാണ്, ശരിയാണ്. മലയാളികൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഭാഷ തന്നെ, അത് ഉപയോഗിക്കുക തെറ്റില്ല. പക്ഷേ മലയാളത്തിൽ സുലഭമായിട്ടുള്ള പദം ഉണ്ടായിരിക്കെ എന്തിന് ഈ അന്യഭാഷയെ തേടിപ്പോകണം? ചില പ്രയോഗങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിന് സഹായം തേടുന്നതല്ലായിരിക്കാം. അല്ല, വേറൊരു കാര്യമുണ്ട്. ചില പദപ്രയോഗങ്ങൾ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, സാധാരണക്കാർക്ക് എല്ലാവരും മനസ്സിലാകുന്നതായിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ കഴിവതും മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ മലയാളം തന്നെ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന ഒരാൾ മറ്റ് ഭാഷാ പദങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇംഗ്ലീഷ് പ്രസംഗം നടത്തുന്ന ഒരാളിൻ്റെ പ്രഭാഷണത്തിൽ മലയാള പദങ്ങൾ ഉണ്ടായെന്നിരിക്കട്ടെ, ഒരുപക്ഷെ ഭൂരിപക്ഷം മലയാളികളാണെങ്കിലും അത് കേൾവിക്കാർക്ക് അരോചകമാകും. അങ്ങനെയെങ്കിൽ എല്ലാ കേൾവിക്കാരും മലയാളികളായിരിക്കുമ്പോൾ മലയാളത്തിൽ പറയാതെ കൂടുതൽ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ച് പ്രസംഗം നടത്തുന്നത് എന്തിനാണ്? തങ്ങൾ ഇംഗ്ലീഷിൽ അവഗാഹമുള്ളവരാണെന്ന് ശ്രോതാക്കളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അഥവാ തങ്ങൾ വലിയ പണ്ഡിതന്മാരാണെന്ന് അവർ വരുത്തി തീർക്കുക ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട്. അതൊരു നല്ലൊരു സമീപനമല്ലത്. നമ്മുടെ അറിവ് വിളമ്പാനുള്ളൊരു വേദിയായിട്ട്
പ്രസംഗ പീഠത്തെ കാണാൻ പാടില്ല. സുവിശേഷ പ്രസംഗത്തെ വിശേഷിപ്പിക്കും. നമ്മുടെ ലക്ഷ്യം അറിവുകൾ സംവേദനം ചെയ്യുകയല്ല, മറിച്ച് സുവിശേഷ സന്ദേശം, ബൈബിൾ പ്രമേയങ്ങൾ എത്രമാത്രം ശക്തിയോടും വിവേകത്തോടും കൂടെ അവതരിപ്പിക്കാൻ കഴിയുമോ അത് നിർവഹിക്കുക എന്നുള്ളതാണ് പ്രഭാഷകന്റെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം. അത് നിർവഹിച്ചാൽ മാത്രമേ കർത്താവ് നമ്മുടെ പ്രഭാഷണത്തിൽ സംപ്രീതനാകുകയുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതര ഭാഷാ പ്രയോഗങ്ങൾ പ്രഭാഷകന്മാർ കഴിവതും ഒഴിവാക്കണം. ഞാൻ ചില ദൃഷ്ടാന്തങ്ങളോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, മോശ, ഏലിയാവ് തുടങ്ങിയ നല്ല ഭാഷകൾ, തർജ്ജമ ചെയ്ത ഭാഷകൾ ഉണ്ട്. പക്ഷെ ചില പ്രസംഗികന്മാർക്ക് മത്തായിക്ക് മാത്യു ആണ്, യോഹന്നാന് ജോണാണ്, പൗലൂസിന് പോളാണ്, മോശയ്ക്ക് മോസസ് ആണ്. ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ശലോമോൻ എന്ന പദം എബ്രായ മൂലത്തോട് യോജിച്ചു പോകുന്ന ഒരു തർജ്ജമയാണ്. സോളമനേക്കാൾ ശലോമോനാണ് നല്ലത്. സലോമ അങ്ങനെ ആണ് എബ്രായ പദം തന്നെ. പക്ഷെ അവർക്ക് സോളമൻ മതി. ദാവീദാണ് എബ്രായ മൂലഭാഷയോട് യോജിച്ചു പോകുന്നത് ഡേവിഡിനേക്കാൾ. പിന്നെ എന്തുകൊണ്ട് ദാവീദ് എന്ന് പറയുന്നതിന് പകരം ഡേവിഡ് എന്ന് പറയുന്നു? വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ പ്രീതിപ്പെടുത്തുവാൻ, ഇംഗ്ലീഷ് ഭാഷയെ അല്ലെങ്കിൽ ഒന്ന് വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇംഗ്ലീഷ് ഭാഷ ആഗോളതലത്തിൽ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കുക തെറ്റെന്നല്ല. പക്ഷേ കഴിവതും നമ്മുടെ ഭാഷയിൽ തന്നെ പ്രസംഗിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ഒട്ടേറെ പദപ്രയോഗങ്ങൾ, ദേശീയമുണ്ട്, ഗ്രാമ്യമുണ്ട്, വിലക്ഷണമായ പ്രജാരഹിതമായ പദങ്ങൾ, അത് പ്രഭാഷകൻ തൻ്റെ പ്രഭാഷണത്തിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് നടാടെ, ഞാൻ നടാടെയാണ് പ്രസംഗിക്കുന്നത് പറയുമ്പോൾ നടാടെ ഇവിടെ മധ്യ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ശൈലിയല്ല. അതിന് പകരം ആദ്യമായിട്ട് എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോൾ നടാടെ ഒരു ശൈലിയല്ല. ഞാൻ ഒന്നേന്ന് തുടങ്ങി ഒന്നാമതായി എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പി എന്ന പദം, അപ്പി എന്ന പദം കൊച്ച് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും തെക്കൻ ഭാഗത്തങ്ങനെയാണ്. പക്ഷേ മധ്യ കേരളത്തിൽ അത് മലത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ അപ്പി എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമുള്ളതല്ല എന്ന് ചിന്തിക്കരുത്. അതിന് ചില ദോഷങ്ങളുണ്ട്. ഈ പിന്നെ ഉദാഹരണത്തിന് അണ്ണൻ, അക്കൻ, പാട്ടി, ഓൻ, ഓപ്പോൾ, കുഞ്ചായൻ, വല്യച്ചായൻ. മധ്യ കേരളക്കാർ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ കുഞ്ചായൻ, വല്യച്ചായൻ, അതൊക്കെ കാലഹരണപ്പെട്ടതാണ്. ഇപ്പോൾ ഈ സീരിയലുകാരൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അത് കാലഹരണപ്പെട്ട എന്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത് അറിയാൻ പാടില്ല. ക്രൈസ്തവർ പോലും ഒഴിവാക്കിയ പദമാണ് മധ്യ കേരളത്തിലെ ഈ കുഞ്ചായൻ, വല്യച്ചായൻ എന്നൊക്കെ. ചേട്ടന്മാരിൽ പ്രായം കുറഞ്ഞ ചേട്ടന്, തൊട്ടടുത്ത ചേട്ടന് കുഞ്ചായൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മൂത്ത ചേട്ടനെ വല്യച്ചായൻ എന്നൊക്കെ പറയും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പൊതുവെ അച്ചായൻ എന്ന് പറയാറുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ഇംഗ്ലീഷിൽ ഈ അങ്കിളും ആൻറ്റിയും വ്യാപകമായി ഉപയോഗിച്ച് ഇതുപോലുള്ള പദങ്ങളൊക്കെ ആളുകൾ വിസ്മരിച്ചും തോന്നും. അങ്ങനെയായിരിക്കുന്നു കാലഘട്ടം. ഇപ്പോൾ എല്ലാവരും അങ്കിൾ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും പിന്നെ ഈ കപ്പ എന്ന പദവും, പപ്പ, ഈ കോട്ടയംകാർക്ക് കപ്പയാണെങ്കിൽ തൃശ്ശൂർകാർക്ക് അത് വേറെ പദമാണ്. അവർ കൊള്ളി എന്ന് പറയും. തിരുവനന്തപുരംകാർക്ക് മരച്ചീനിയാണെങ്കിൽ കൊല്ലംകാർക്ക് ചീനിയാണ്. മരച്ചീനി, ചീനി, അങ്ങനെ പല പദങ്ങൾ. വേറൊരു പ്രത്യേക പദമാണെന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ
കപ്പയുടെ പര്യായ പദങ്ങളാണിതൊക്കെ. അത് ഏറ്റവും കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തെക്കൻ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല. അപ്പോൾ ആ പദം ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ ചുമയ്ക്കുന്നതിന് ചുമ എന്ന ആ പദം മലപ്പുറംകാർക്ക് കൊരയാണ്. ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് ഒരു സഹോദരി മലപ്പുറംകാർ പറഞ്ഞു, എനിക്ക് കൊരയാണ്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി തെക്കൻ കാലത്ത് കേരളം. അപ്പോൾ ചുമയാണ് എന്നതിന് കൊര എന്നാണ് പറയുന്നത്. വേറൊരു മലപ്പുറംകാരി കോട്ടയംകാരൻ ഡോക്ടർക്ക് പറഞ്ഞു, എൻ്റെ വയറ്റിൽ പാമ്പാണ്. ഡോക്ടർ അങ്ങ് അമ്പരന്ന് പോയി, വയറ്റിൽ പാമ്പാണോ? അപ്പം അതിൻ്റെ അർത്ഥം വിരയാണ്. വിരയ്ക്ക് ഉപയോഗിക്കുന്ന പദമാണ് പാമ്പ്. അപ്പം അതുപോലെയുള്ള പദങ്ങൾ സൂക്ഷിക്കണം. ഈ മലപ്പുറംകാരൊക്കെ മുഖത്തിന് മുകർന്നാണ്, മുകർ. നഖത്തിന് നഖർ. പിന്നെ പെങ്ങള്, കെട്ടിയോൺ, ആങ്ങള, ഇതൊക്കെ ഒരു നാടൻ ഭാഷാശൈലിയാണ്. ആങ്ങളെയൊക്കെ ഇപ്പം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ സഹോദരനും സഹോദരിയും എന്ന പദം ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടെ അഭികാമ്യം. അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്ന പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം പ്രഭാഷകൻ ശ്രദ്ധിക്കണം. ഇപ്പം ദേശീയമായ, പ്രാദേശികമായ, ഗ്രാമ്യമായ ശൈലികൾ കഴിവതും വർജിക്കുന്നത് നല്ലതാണ്. പിന്നെ വിലക്ഷണമായ പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് സാമ്പ്രാട്ട്. സാമ്പ്രാട്ട് എന്നുള്ളത് സമ്പ്രാട്ടാണ്. സമ്പ്രാട്ട്. ശോഭായമാനം, ശോഭമാനം. അനന്യദൃശ്യം, അന്യാദൃശ്യത്തിന് പകരം. പ്രവാചിക എന്നതിന് പകരം പ്രവാചകി. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രവാചകി. അതിപ്പോൾ പ്രയോഗത്തിലില്ല. പ്രവാചകിയല്ല, പ്രവാചിക. ഐക്യത. ഐക്യത ഇപ്പോൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നൊരു പദമാണ്. പക്ഷേ ആ പദം ഡിക്ഷണറിയിലില്ല. ഐക്യം, ഏകത എന്നാണ് ശരിയായ പ്രയോഗം. ഇനി ഉപയോഗിച്ചത് പോയിട്ട് തെറ്റാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം സർവ്വസാധാരണ ഉപയോഗിക്കുന്നു. പക്ഷേ ഐക്യത എന്ന പദമില്ല. മനോശക്തി എന്ന് പറയാം. മനഃശക്തി, അത് മനോശക്തി ഇല്ല. ബൈബിളിൽ ഉപയോഗിച്ചൊരു മറ്റൊരു പദമാണ് കുലപാതകം. കുല എന്ന് വാഴക്കുലയാ. അതിന് കുലപാതകം എന്ന് പറയരുത്. കൊല ചെയ്യുന്നതിന് കൊലപാതകം. അപ്പോൾ അത് തെറ്റായ പ്രയോഗമാണ്. ബൈബിളിൽ അങ്ങനെ ധാരാളം പ്രയോഗങ്ങളുണ്ട്. തടിപ്പിച്ച കാളയെ അറുത്തു. ഒരു പ്രഭാഷകൻ പറഞ്ഞു കേട്ടു, പ്രത്യേകം ഭക്ഷണം കൊടുത്ത് തടിപ്പിച്ച, വണ്ണം വെപ്പിച്ച കാളയെന്നൊക്കെ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് പകരം കൊഴുത്ത കാള എന്ന് പറയല്ലേ നല്ലത്. ഫാറ്റഡ് കൗ എന്ന് ഇംഗ്ലീഷിൽ. കൊഴുത്ത കാള, തടിപ്പിച്ച കാള ഒരു പഴയ പ്രയോഗമാണ്. കൊഴുത്ത കാള. അപ്പോൾ അത് പോരാ. പിന്നെ വന്നാറേ പോയാറേ ചെയ്താറേ. 50 വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗത്തിലിരുന്ന ഭാഷ ഇതൊക്കെ. വന്നാറേ, വന്നപ്പോൾ, പോയപ്പോൾ, ചെയ്തപ്പോൾ എന്നാണല്ല. വന്നാറേ പോയാറേ എന്ന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ മാത്രം പ്രസംഗിന്മാർ ഉപയോഗിക്കുന്നുണ്ട്. പ്രാർത്ഥിപ്പാൻ പോയി, കളിപ്പാൻ പോയി, ആ പ്രയോഗമൊക്കെ കാലഹരണപ്പെട്ടു പോയി. പ്രാർത്ഥിക്കാൻ, കളിക്കാൻ, അത് അപ്പ വേണ്ടപ്പോൾ അതിൻ്റെ പ്രയോഗം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, സാഹിത്യകാരന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് നിലവിലില്ല. ഞാൻ പ്രാർത്ഥിപ്പാൻ പോകുമെന്ന് പറയും. പ്രാർത്ഥിക്കാൻ പോയെന്ന് പറഞ്ഞാൽ മതി. കളിക്കാൻ പോയെന്ന് പറഞ്ഞാൽ മതി. കളിപ്പാൻ പോയി എന്ന് പറയരുത്. കുളിപ്പാൻ പോയെന്ന് പറയരുത്. ആരും ഇങ്ങനെ പറയാറില്ല. കുളിക്കാൻ പോയി. അപ്പോൾ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ പ്രഭാഷകന്മാർ അറിയണം, അറിഞ്ഞിരിക്കണം. അതിന് ബൈബിളല്ലാതെ മറ്റൊന്നും വായിക്കാത്ത ചില ആളുകളുണ്ട്. ഇതര സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിൽ അപാകത കാണുന്നവരുണ്ട്. നമ്മൾ ആനുകാലിക ഭാഷാ പ്രയോഗങ്ങൾ നടത്തണം. ഉദാഹരണമായിട്ട് വേഗത പോലും തെറ്റാണ്. വേഗം, വേഗത, ത എന്ന പല പദങ്ങളും ഉപയോഗിച്ചുള്ള പദങ്ങളും ഡിക്ഷണറി എല്ലായിടത്തും ഇല്ല. ത എന്ന പദം പലയിടത്തും ഇല്ല. അപ്പോൾ വേഗം എന്ന് പറയുന്നു, വേഗത എന്ന് പറയരുത്. ത ഇല്ല, വേഗത എന്ന പദമില്ല.
പിന്നെ ഈ പാസീവ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗങ്ങൾ വളരെയധികം പറയുന്ന ധാരാളം ആളുകളുണ്ട്. കർമ്മണി പ്രയോഗം, പാസീവ് വോയിസ്. അപ്പോൾ വിവിധ ഭാഷാ പ്രയോഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നൽകിയത് തുടർന്ന് കൊണ്ടുപോകാനാവില്ല. ഇത് സമയം അതിക്രമിച്ചതുകൊണ്ട് പ്രസംഗം ഇവിടെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. തുടർന്ന് ദൈവം അനുവദിച്ചാൽ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് തുടരുന്നതാണ്. ഈ ക്ലാസ് പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ഇവിടെ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇങ്ങനെയൊരു ക്ലാസ് നടത്തുവാൻ അവിടുന്ന് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വിഷയത്തിൽ കൂടുതൽ ഗ്രാഹ്യം ശ്രോതാക്കൾ കൊടുക്കുകയും അതിലൂടെ അവർ ശക്തന്മാരായ പ്രഭാഷകന്മാരെ തീരുവാൻ സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് സ്തോത്രം ചെയ്യുന്നു, യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠ നാമത്തിൽ തന്നെ. ജീവന്റെ വാക്യങ്ങൾ